സർക്കാർ പിരിഞ്ഞു പോകാൻ സമയത്ത് ജനങ്ങൾക്കൊരു വലിയ ഔദാര്യം ചെയ്തിരിക്കുന്നു, പ്രത്യേകിച്ചും തൊഴിലില്ലാത്ത യുവാക്കൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷിച്ച് പോവുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, തൊഴിലിന് വേണ്ട വിദ്യാഭ്യാസം തേടി വരെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനുദിനം ആയിരക്കണക്കിന് എന്ന രീതിയിൽ ആളുകൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക. യുവാക്കൾ, കേരളത്തിൻ്റെ യുവശക്തി ഏതാണ്ട് മുഴുവൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം കേരളത്തിൽ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിമാരുടെ PR വാചകടിയൊക്കെ അവിടെ നിൽക്കട്ടെ, ആളുകൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കോഴ്സുകളിൽ പഠിക്കാൻ പോലും ആളില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യം വരുന്നു. ഈ ഘട്ടത്തിൽ വലിയൊരു ഔദാര്യം സർക്കാർ ചെയ്തിരിക്കുന്നു. അതെന്താ? PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായം 40 വയസ്സാക്കിയിരിക്കുന്നു. ഇത് മുമ്പേ ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്തില്ല എന്നൊരു കാര്യമില്ല. പക്ഷേ ഈ സർക്കാരിൻ്റെ PSCയോടുള്ള സമീപനം എന്താണ് നമ്മൾ പറയുമ്പോൾ, ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആളുകൾ പിൻവാതിൽ നിയമനത്തിലൂടെ താൽക്കാലികമായി പല വേക്കൻസിയിൽ വരികയും അവരെ പിൻവാതിലൂടെ തന്നെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അവിടെയാണ് പ്രശ്നം. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പിൻവാതിൽ നിന്ന് വന്ന ആളുകളെ, KSRTC അടക്കം വന്ന ആളുകളെ അവിടെ സ്ഥിരപ്പെടുത്താനുള്ള വലിയൊരു ശ്രമം നടക്കുക. പല സ്ഥലത്തും PSCയുടെ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോൾ ഒന്നാം റാങ്കുകാരനോ കാര്യക്കോ പോലും അഡ്വൈസ് മെമ്മോയോ അല്ലെങ്കിൽ ജോലിയോ കിട്ടിയിട്ടില്ല. ഒന്നാം റാങ്കുകാരിക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പട്ടികയിൽ നിന്ന് ഒരാൾക്കും വന്നിട്ടില്ല. ചില പട്ടികയിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനമില്ല. ഇനി നിയമനത്തിൻ്റെ റാങ്ക് പട്ടിക വരുന്നതിനെക്കുറിച്ച് തന്നെ വലിയ തർക്കങ്ങളുണ്ട്. നമ്മളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. PSC പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ കട്ടെഴുതി എന്ന് ഉറപ്പാവുകയും അല്ലെങ്കിൽ കോപ്പി അടിച്ചു എന്ന് ഉറപ്പാവുകയും ചെയ്ത 2 പേരുണ്ട്. 2 പേരും SFIയുടെ നേതാക്കന്മാരാണ്. യൂണിവേഴ്സിറ്റി കോളേജിലാണ് പരീക്ഷ എഴുതിയത്. അവരുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ അവരുടെ ഉത്തരക്കടലാസ് നോക്കിയപ്പോൾ കാര്യം വളരെ വ്യക്തമായി. അവരുടെ വീട്ടിൽ നിന്ന് ഉത്തരക്കടലാസ് പിടിച്ചു. എന്നിട്ട് PSC വല്ലതും ചെയ്തോ? ഇപ്പോൾ അവരെവിടെയുണ്ട്? അവർ കേരള സർവീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരള പോലീസിൽ കയറിയോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ കയറിയിട്ടുണ്ടോ. അത് മുഴുവൻ റദ്ദാക്കി വേറെ പരീക്ഷ നടത്തി. ഞാൻ പറഞ്ഞത് PSC വലിയ കെട്ടുകാര്യസ്ഥതയുടെ, കേരളത്തിലെ 20-21 മെമ്പർമാരുള്ള PSC, മന്ത്രിസഭയേക്കാൾ വലിയ PSC ഉണ്ടാവുക, അവർക്കൊക്കെ 4 ലക്ഷം 8 ലക്ഷം വെച്ച് ശമ്പളം കൊടുക്കുക, അവരുടെ മറ്റ് ബത്തകൾ കൊടുക്കുക. ഇതൊക്കെ ചെയ്തിട്ടും PSC നിയമനങ്ങൾ എന്തുകൊണ്ട് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അതിനൊരു കാരണം പിൻവാതിൽ നിയമനങ്ങൾ തന്നെയാണ്. പിൻവാതിൽ നിയമിക്കുമ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, പിൻവാതിൽ നിയമനത്തിൽ സംവരണം എന്ന തത്വം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടും. സംവരണമൊന്നുമില്ല, തോന്നുന്നവരെയൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അവിടെ സംവരണാടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തില്ല. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ പിൻവാതിൽ നിന്ന് വന്ന ആളുകളെ സർവീസിൽ സ്ഥിരപ്പെടുത്തിയാൽ ആനുപാതികമായി അതിൽ വേണ്ട ആളുകളെ അതിൽ കിട്ടുന്നില്ല. സംവരണാനുകൂല്യങ്ങൾ പോകുന്നു. കേരളത്തിലെ പകുതിയോളം വരുന്ന ആളുകളുടെ സംവരണാനുകൂല്യങ്ങളുണ്ട്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുണ്ട്, പിന്നോക്കക്കാരുണ്ട്, OBC ഉണ്ട്, മുസ്ലിം മാപ്പിള വിഭാഗമുണ്ട്. ഇവർക്കൊക്കെ ഉണ്ട്. ഇവർക്കൊന്നും കിട്ടുന്നില്ല. ലാറ്റിൻ കാത്തലിക് ഉണ്ട്. ഇവർക്കൊന്നും കിട്ടുന്നില്ല. ഇവരൊക്കെ ഈ ജോലിയിൽ നിന്ന് പുറത്താവുന്നു. PSC വഴിയാണെങ്കിലോ ഇവർക്കൊക്കെ കൃത്യമായി കിട്ടും. രണ്ടാമത്തെ വിഷയം, ഇത് മുഴുവൻ പാർട്ടിക്കാരാണ്. സ്വന്തം രാഷ്ട്രീയ കക്ഷിയിലെ യുവാക്കൾക്ക് പണി വാങ്ങി കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഈ സർക്കാർ മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് മറ്റുള്ളവരുടെ നീതി നിഷേധമല്ലേ? ഇപ്പോൾ ഭരിക്കുന്നവരുടെ ആളുകളെ മുഴുവൻ ഇതിൽ കയറ്റി 2 ലക്ഷം പേർക്ക് ജോലി കൊടുത്താൽ പിന്നെ PSC ആർക്കെങ്കിലും കിട്ടുമോ? 40 അല്ല 55 വയസ്സായിട്ട് എന്താ കാര്യം PSCയുടെ? മൂന്നാമത്തെ വിഷയം, ഇതിൽ ഒരു യോഗ്യതയില്ലാത്തവർ കയറും എന്നുള്ളതാണ്. ഇവിടെ പാർട്ടി മാത്രം നോക്കിയ ആളെ കേട്ടണേ. PSC വരുമ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതി വരുന്ന ആളുകളാണ് യോഗ്യരായിട്ട് വരണേ. ഇവിടെ അങ്ങനെയില്ല. ഈ താൽക്കാലിക നിയമനത്തിൽ കിട്ടുന്നവനെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് പാർട്ടിക്കാരും. നമുക്കറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പഴയ മേയർ ഇരുന്ന കാലത്ത് കത്ത് കൊടുത്തത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്, ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ജോലിയുണ്ട്, നിങ്ങളെ ആളെ വിട്ടു തരണം, അല്ലെങ്കിൽ ആളുകളുടെ പട്ടിക തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ താൽക്കാലിക നിയമനങ്ങൾ മുഴുവൻ നടത്തിയത്. അവരെയൊക്കെ സ്ഥിരപ്പെടുത്താനും അതുവഴി PSCയെ നോക്കുകുത്തിയാക്കാനും ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. വളരെ പെട്ടെന്ന് നമ്മളോടൊന്ന് പറയുന്നത് ഞങ്ങൾ 40 വയസ്സാക്കി. 40 വയസ്സാക്കിക്കൊണ്ട് എന്താ ഗുണം? അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടിയെന്നുള്ളൂ. PSCയുടെ വേണ്ടതെന്താ? PSC നിയമനങ്ങൾ നിർബന്ധമായും ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നടക്കണ്ടേ? എത്ര മുമ്പാണ് ഈ റാങ്ക് ലിസ്റ്റിന് ഈ റിക്വയർമെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റും? ഇപ്പോഴും എത്ര ഡിപ്പാർട്ട്മെൻറ്റിന് റിക്വയർമെൻറ്റ് കൊടുക്കാനുണ്ട്? അത്ര കൊല്ലം മുമ്പ് കൊടുത്ത ഒരു റിക്വയർമെൻറ്റ് ഇത്ര ആവശ്യമുണ്ട്, ഇത്ര ആളെ ആവശ്യമുണ്ട്, ഇപ്പോൾ 10 ക്ലർക്കുമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു 5-6 വർഷം മുമ്പ് കൊടുത്തത് അവർ അത് വിജ്ഞാപനം വന്ന് പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്.
പക്ഷേ അവരാരും എടുക്കണില്ല. എടുക്കാത്തതിന് കാരണം പോസ്റ്റില്ല എന്നുള്ളതാണ് നമുക്കറിയില്ല. പോസ്റ്റിലേക്ക് പിന്നെ ഇതിന് 6 വർഷം മുമ്പുണ്ടായ പോസ്റ്റ് ഈ 6 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇല്ലാണ്ടായേ അത് പറയണ്ടേ. അപ്പോൾ പ്രശ്നം കടുത്ത അഴിമതിയാണ്. പിൻവാതിൽ നിയമനം എന്ന് പറയുന്നത് പാർട്ടിക്കാരെ വയ്ക്കാനും പണം വാങ്ങാനുള്ള അഴിമതിയാണ്. അത് മറയിടാൻ PSCയുടെ പ്രായം കൂട്ടിയോണ്ടൊന്നും ഒരു കാര്യമില്ല. അതും ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഒരാഴ്ച പോലും ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ. ഒരാഴ്ച കൊണ്ട് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാനാണ് 40 വയസ്സാക്കിയിട്ട്? ഇത് കണ്ണിൽ പൊടിയാടാനുള്ള തട്ടിപ്പാണ്. പിൻവാതിൽ നിയമനത്തെ സാധൂകരിക്കാനാണ്. എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ചില ഇടങ്ങളിലെങ്കിലും പിൻവാതിൽ നിയമനത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റുള്ളപ്പോൾ എന്തിനാണ് അവിടെ നിയമിക്കണമെന്ന്. അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും സർക്കാരിന്. തീർച്ചയായും 40 വയസ്സാക്കി പോകാൻ നേരത്ത് എന്ന് പറയുന്നത് ഒട്ടും തന്നെ വിശ്വസനീയമല്ല. അതിനൊരു ഒരടിസ്ഥാനവുമില്ല. വരുന്ന ഗവൺമെൻറ് ആരാച്ചാൽ ചെയ്തോളൂ. നിങ്ങൾ തന്നെ വന്നാൽ നിങ്ങൾ തന്നെ ചെയ്തോളൂ. അതിനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യണേ. 10 കൊല്ലം ചെയ്യാതിരുന്നതല്ലേ. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്യുന്നത്.